ഹൃദയാഘാതത്തിന്റെ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു നെഞ്ചുവേദന വരുമ്പോൾ അത് ഹാർട്ട് അറ്റാക്കിന്റെ പ്രശ്നമാണോ അതിന്റെ ലക്ഷണമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളുടെ നെഞ്ചിന്റെ ഈ ഒരു സെന്റർ ഭാഗം, അതായത് നെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ട് നടുഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടുക, അതുപോലെ തന്നെ നെഞ്ചിന്റെ ഇടതുവശത്തായിട്ട് വേദന അനുഭവപ്പെടുക, അതുപോലെ ഒരു ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ ഉണ്ടാവുക, ഈ നെഞ്ചുവേദനയോട് കൂടെ തന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. പോയിട്ട് ECG ഒക്കെ എടുത്ത് നോക്കുക. അത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു ഭാരം അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഒരു വലിഞ്ഞു മുറുകിയത് പോലെയുള്ള ഒരു ഫീല് അനുഭവപ്പെടുക, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഓക്കാനിക്കാൻ വരിക, അല്ലെങ്കിൽ ചില ആളുകളിൽ ഛർദി ഉണ്ടാകുക, ചില ആളുകളിൽ തലക്കറക്കം വരിക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ കൈകാലുകളിൽ, അതുപോലെ തന്നെ താടിയലിന്റെ ഭാഗങ്ങളിൽ, മറ്റു പല ഭാഗങ്ങളിലായിട്ട് വേദന അനുഭവപ്പെടുക. ഈ വേദന എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടുള്ള വേദനയല്ല, അത് ആ ഒരു സമയത്ത് വരുന്ന വേദനയാണ്. അത് പടർന്നു പിടിക്കുന്നത് പോലെയുള്ള വേദന അനുഭവപ്പെടുക. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. അതിനെ നിസ്സാരപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ തരത്തിലുള്ള നെഞ്ചുവേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിസ്സാരപ്പെടുത്താതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഓക്കെ.